എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 2024 മെയ് മാസത്തില് വ്യാഴമാറ്റത്തില് അനിഴം നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം അല്ലെ. പൊതുവിൽ വളരെ നല്ല സമയമാണ്. എങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവും. എന്തൊരു കാര്യത്തിലും നല്ല സമയം എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, അടിപൊളിയായെന്ന് മാത്രം വിചാരിക്കുന്നത്. ഒരു നല്ല സമയമാണെങ്കിൽ അതിനൊപ്പം പ്രശ്നങ്ങളും കൂടി ഉണ്ടാവുമെന്ന് നമ്മൾ കരുതണം കേട്ടോ. കാരണം പൊതുവില് ജോലിയിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും. ജോലിക്കൊക്കെ ശ്രമിച്ചവർക്ക് ജോലി കൈകളിൽ എത്തപ്പെടാനും ഉള്ള ജോലിയിൽ പ്രൊമോഷൻ കിട്ടാനും സ്ഥലം മാറ്റം ആഗ്രഹിച്ചവർക്ക് സ്ഥലം മാറ്റത്തിനും ഒക്കെ നല്ല സമയമാണ് കേട്ടോ. അതൊക്കെ ആഗ്രഹിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായില്ലേ. ഇനിയിപ്പോ പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നോളും. സന്തോഷമാണെങ്കിലും കുഞ്ഞു കുഞ്ഞി ഈ ശകുനം മുടക്കി എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞി പ്രശ്നങ്ങളും കൂടി നമുക്ക് അതിനിടയ്ക്ക് വന്നുണ്ടാവും കേട്ടോ. അതെന്താ വെച്ചാൽ രോഗാവസ്ഥകള്, ചെറിയ ചെറിയ രോഗാവസ്ഥകള്, പകർച്ചവ്യാധികള്. കാരണം ഇവർക്ക് ഇച്ചിരി ആത്മവിശ്വാസം കൂടുതലായതുകൊണ്ട് ഈ ആത്മവിശ്വാസം അധികരിച്ചിട്ട് എന്ത് കാര്യത്തിന് തൻ്റെ ഇടത്തോടു കൂടി അങ്ങ് ഇറങ്ങി പുറപ്പെടാനൊക്കെ ശ്രമിക്കും. എല്ലാവരും അല്ല, ചിലര്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കരുതലില്ലായ്മ കൊണ്ടും ശ്രദ്ധയില്ലായ്മ കൊണ്ടും സമയത്തുള്ള ഭക്ഷണം കഴിക്കായ്ക കൊണ്ടും ഒക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഉവാവുകളൊക്കെ വരുത്തി വെക്കും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കെയർ ചെയ്ത് നോക്കി നിൽക്കണം കേട്ടോ. എല്ലാ കാര്യങ്ങൾക്കും ഒരു അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവും. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് അതിനൊക്കെ ഒരു മാറ്റം വരും. പൊതുവിൽ നമുക്ക് മാനസികമായിട്ട് സന്തോഷങ്ങളും മാനസിക ഉല്ലാസങ്ങളും ഒക്കെ ഉണ്ടാവുമെങ്കിൽ തന്നെയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ആത്മവിശ്വാസക്കുറവും കൂടി നമുക്ക് ഫീൽ ചെയ്യും. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിനി എന്ത് അല്ലെങ്കിൽ എങ്ങനെ എന്നൊക്കെ ഉള്ളൊരു ആത്മവിശ്വാസക്കുറവ് നമ്മളിൽ ഫീൽ ചെയ്യും. പിന്നെയുള്ളതെന്ന് പറയുമ്പോൾ എന്ത് മാറ്റങ്ങളില് അല്ലെ എന്തൊരു കാര്യത്തിലും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും. അത് ജോലിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മുടെ ലൈഫിലാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു പുതുമ അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കും. അത് നമുക്ക് ചിലപ്പോൾ ഭയങ്കര സക്സസ് ആവും, ചിലപ്പോൾ അത്രയ്ക്ക് അങ്ങ് പോരാ എന്നുള്ള മട്ടിലൊക്കെ ആകും. എന്നാലും കുഴപ്പമില്ല, പൊതുവില് എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമാണ്. അതുപോലെ വിവാഹമൊക്കെ നോക്കുന്നവർക്ക് അതിനൊക്കെ പറ്റുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യയിൽ ശോഭിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നതായിരിക്കും ഈ വർഷം. അതുപോലെ മാനസികമായിട്ട് ഉല്ലാസങ്ങള്, സുഹൃത്ത് ബന്ധങ്ങള് അല്ലെങ്കിൽ നല്ല നല്ല സുഹൃത്തുക്കളെ ലഭിക്കുക, നല്ല നല്ല സന്തോഷങ്ങൾ ഉണ്ടാവുക ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന പോക്കറ്റ് മണിയിലൊക്കെ ചെറിയൊരു വർധനവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പൊതുവിൽ നല്ല മാറ്റങ്ങളെ പ്രദാനം ചെയ്യും. പിന്നെ ഏതൊരു കാര്യത്തെക്കുറിച്ചും ആസൂത്രണം ചെയ്യുന്നതിനുള്ള മികവ് എടുത്തു പറയേണ്ടതാവും. പ്രത്യേകിച്ച് ഈ അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരും എന്ത് കാര്യത്തിനെ കുറിച്ചും കൂടുതൽ പഠിക്കാനൊക്കെ ഉത്സാഹം കാണിക്കുമെങ്കിലും ഇവർക്ക് എന്തൊരു കാര്യവും ആസൂത്രണം ചെയ്ത് അതിന്റെ ഒരു നേതൃനിരയിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെയുള്ള കഴിവുണ്ടാവും. പക്ഷെ അത് ഇവരുടെ കാര്യങ്ങളിൽ എത്രമാത്രം പ്രതിഫലിക്കും എന്നുള്ള, അതായത് സ്വന്തം കാര്യത്തിൽ എത്രമാത്രം പ്രതിഫലിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു തൊഴിൽ സംബന്ധമായിട്ട് ജോലി സ്ഥലത്തൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് ശോഭിക്കാനുള്ള സാധ്യത ഉണ്ടാവും. അതുപോലെ തന്നെ ഇവര് നല്ല ബുദ്ധിമാന്മാരാവും. അപ്പൊ അതുപോലെ തന്നെ ഇവർക്ക് ബുദ്ധിമാന്മാരായ സുഹൃത്തുക്കളെയും കൂടി കിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ബുദ്ധി, അവരുടെ ബുദ്ധിയും കൂട്ടുകാരുടെ ബുദ്ധിയും എല്ലാം കൂടെ കൂടുമ്പോൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനും പേരും പ്രശസ്തിയും ധനവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പരിചയക്കാരിലും സുഹൃത്തുക്കളിലും ഒന്നും നമ്മൾ കൊണ്ടുപോയി ആത്മവിശ്വാസം വെച്ചിട്ട് നമ്മളെ നോക്കിയിരിക്കാൻ പോകരുതോ. കുഴപ്പമില്ല, അവൻ നന്നായിട്ട് ചെയ്തോളും, ഞാൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ബിസിനസ് ഏൽപ്പിച്ചിട്ട് നോക്കി മാറി നിൽക്കരുത്. കാരണം നമുക്ക് പണി കിട്ടാനുള്ള സാധ്യതയും ഉണ്ടാവും. പൊതുകാര്യങ്ങളിൽ താല്പര്യമുണ്ടാവും. ഈ പൊതുകാര്യങ്ങളിൽ ഇടപെട്ട് ചീത്തപ്പേര് മേടിച്ചെടുക്കാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മാതാപിതാക്കളുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്താനുള്ള സാധ്യതയുണ്ട്. അത് മുഖാന്തരം തന്നെ ധന നേട്ടം അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം, തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. പിന്നെ ഇവർക്കുള്ളൊരു പ്രശ്നമാണ് കോപം. പെട്ടെന്ന് വരുന്ന നിയന്ത്രണ വിധേയമായിട്ടുള്ള കോപം, നിയന്ത്രിക്കാൻ പറ്റാത്ത കോപം ഉണ്ടാവും. അപ്പൊ അത് ഇവർക്കൊരു പോരായ്മയായിട്ട് കണ്ടുകൊണ്ട് ഒരു കോപം വരുമ്പോൾ തന്നെ അന്നേരം തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇത് വേറെ കാര്യങ്ങളിലേക്ക് മാറിയിട്ട് നമ്മൾ ആ ഒരു കാര്യത്തിൽ നിന്ന് ശ്രദ്ധപ്പെടുക. അധികം കോപിക്കാതിരിക്കാൻ ഈ വർഷം പ്രത്യേകം സൂക്ഷിക്കണം. ഈ കോപം വർദ്ധിച്ചുകൊണ്ട് നമ്മുടെ തൊഴിലിന് ആയാസം കൂട്ടുക, നമ്മൾക്ക് തന്നെ കഷ്ടപ്പാട് വരുത്തി വരിക, അല്ലെങ്കിൽ നഷ്ടങ്ങൾ, ധനനഷ്ടം ഉണ്ടാക്കുക,
നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും വിഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ എടുത്തുചാട്ടം കൊണ്ട് നശിപ്പിച്ച് കളയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഈ കോപം എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായി കഴിഞ്ഞാലും അതൊരു രോഗാവസ്ഥയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പം കോപമൊക്കെ കൂടി വർദ്ധിപ്പിച്ച് ടെൻഷൻ അടിച്ച് നമ്മൾ രോഗിയൊന്നും ആയി പോവാതിരിക്കാൻ വേണ്ടി യോഗ, മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഭ്യസിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ ഊഹാപോഹ പ്രവണത, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അത് അങ്ങനെയാവോ, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അത് വേണ്ട, ചെയ്യണ്ട, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് സ്വയം മനസ്സിൽ കണക്ക് കൂട്ടി പറയാതെ കണ്ട് നമ്മൾ ചെയ്യാനിരിക്കുന്ന കാര്യം നമ്മൾ ചെയ്യുകയും അതുപോലെ നമ്മൾക്ക് വേണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കഠിനമായ അധ്വാനം നമ്മൾ നടത്തുകയും ചെയ്താൽ നമുക്ക് ലൈഫിൽ വിജയിക്കാൻ പറ്റും. ലൈഫിന്റെ സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഉള്ളില് നമ്മൾക്ക് ജീവിതത്തിൽ എന്തും കയ്യെത്തിപ്പിടിക്കാനുള്ള ഒരു വ്യഗ്രതയും ത്വരയും ഉണ്ടെങ്കിൽ തന്നെയും അതിന് കൃത്യമായ ആസൂത്രണ മികവോട് കൂടി മുന്നോട്ട് നമ്മൾ ലൈഫിൽ വിജയിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ജോബില് അല്ലെങ്കിൽ ചെയ്യുന്ന ഇതില് ഇപ്പൊ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ പരീക്ഷയില് വിജയിക്കുമ്പോഴാണ് നമ്മൾ സക്സസ് ആവുന്നത് അല്ലേ. അപ്പൊ അതിനുവേണ്ടി കഠിന അധ്വാനം തന്നെ ചെയ്തോളൂ. നടക്കും എന്നുള്ളത് ഒരു ഈസി മെത്തേഡായിട്ട് കാണാതെ അത് പാടില്ല അല്ലെങ്കിൽ നടക്കില്ല എന്നുള്ള ഒരു ചിന്തയോടുകൂടി നമ്മൾ കഠിന അധ്വാനം ചെയ്താൽ അതൊരു ഈസി മെത്തേഡായിട്ട് നമുക്ക് നടന്നു പോകുന്ന കാര്യമാണ്. സ്ഥാനപ്രാപ്തി, ഗ്രഹലാഭം, സ്ഥാനമാനം, ജീവിത വിജയം, കർമ്മ മേഖലയിൽ പുരോഗതി, പേര്, പ്രശസ്തി, അംഗീകാരങ്ങള്, അവാർഡുകള്, പുരസ്കാരങ്ങള്, ഇതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് തേടിയെത്താനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ മറ്റുള്ളവർ പെട്ടെന്ന് ഉൾക്കൊള്ളുവാനും അല്ലെങ്കിൽ അതിന് മറ്റുള്ളവർ പെട്ടെന്ന് സ്വീകരിക്കുവാനും ഒക്കെയുള്ള ഒരു സാധ്യത നമുക്കുണ്ട് കേട്ടോ. പൊതുവില് അതിനെയൊന്നും തള്ളിക്കളയട്ട. അതുപോലെ ധാന്യ ലാഭം ഉണ്ടാവും. മനസ്സിനിണങ്ങിയവരുമായിട്ട് നമ്മളെല്ലാം യാത്രകളൊക്കെ പോവാൻ സാധിക്കും. എപ്പോഴും സന്തോഷം ഉണ്ടാവും. ജീവിതത്തിൽ പൊതുവിൽ പുരോഗതി തന്നെയാവും. നമ്മൾ എന്ത് കാര്യം ആഗ്രഹിച്ചാലും ആ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒന്നും കൂടി ശ്രദ്ധിക്കണം, നമുക്ക് ശനി അത്ര അങ്ങോട്ട് പോരാ. എങ്ങനെ ദതിക്കുന്ന ഒരവസ്ഥ അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ നമുക്ക് ഉണ്ടായാൽ പോലും ഇതിനെയെല്ലാം നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം നമ്മുടെ കയ്യിലുണ്ട്. എന്താണെന്നല്ലേ? നമ്മുടെ മനസ്സ്. അതുകൊണ്ട് നമ്മൾ ഇതിനെല്ലാം ഓവർകം ചെയ്യാനുള്ള പ്രാപ്തി നമ്മൾ നേടിയെടുത്താൽ ഇതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. അതുകൊണ്ട് എല്ലാവരും ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. അതുപോലെ ആർക്കും വാക്കുകളൊന്നും കൊടുക്കാതിരിക്കുക. പ്രധാനപ്പെട്ട രേഖകളൊന്നും ഒപ്പിട്ട് കൊടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് ചെക്ക് അല്ലെങ്കിൽ ജാമ്യം നിൽക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് ചാടിയിട്ട് ലാസ്റ്റ് വല്ലാതെ തലവേദന പിടിപ്പിച്ച് സമാധാനം തന്നെ കളഞ്ഞ് സന്തോഷമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ചെന്ന് അധികം തലയിട്ട് ഇടപെട്ട് പണി മേടിച്ചെടുക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ. അപ്പൊ ഇത്രയും സമയം എന്നോടെത്തി വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്തേ.